മോളെ, ഞാനേ നമ്മുടെ കുടുംബ ജോത്സ്യരെ കണ്ടപ്പോഴേ ജോത്സ്യര് പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ല ആലോചന വരുമെന്ന്. അത് നമുക്ക് പരിചയമുള്ള ആളായിരിക്കുമെന്നും. അങ്ങനെ പറഞ്ഞതായിട്ട് അമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആ, പറഞ്ഞില്ല. ഞാൻ അന്നേരം കരുതിയേ ഇപ്പൊ പരിചയമുള്ള ആര് വരാനാണെന്ന്. വരുന്നവരെ ഒന്നും എന്റെ നന്ദൂട്ടിനെ ഇഷ്ടപ്പെടില്ല എന്നും എനിക്കറിയാം. എന്തായാലും നമ്മൾ കാത്തിരുന്ന് വന്നതോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധവും. ദേ അമ്മേ, നവീനേട്ടന്റെ കുടുംബവും അനന്തപുരിക്കാരെ പോലെ ആഠ്യത്തുള്ള കുടുംബമാ. അവരും പണക്കാരാ. ഇനി അതാണോ അമ്മ സ്വാധീനിച്ചത്? അയ്യോ എന്റെ മോളെ, ഇനി കോടികളുടെ പിന്നാലെ നടക്കത്തില്ലെന്ന് മോളോട് ഞാൻ പറഞ്ഞല്ലോ. നല്ല പയ്യന്മാരെ മാത്രമേ നോക്കത്തുള്ളൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് അമ്മ. അക്കാര്യത്തില് മോളുടെ അച്ഛന്റെ നിലപാട് തന്നെയാണ് അമ്മയുടെ നിലപാടും. ഇവിടെ ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ. പയ്യനെ തന്നെയാണ് അമ്മ കണക്കിലെടുത്തത്. മോളെ, നവീനെ നമുക്ക് എത്ര വർഷമായിട്ട് അറിയാം. ആ കുടുംബത്തെ അറിയാം. നവീനേട്ടന്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആരോടാണെന്ന് അമ്മയ്ക്ക് അറിയാവോ? അത് നീ പ്രത്യേകിച്ച് എന്നോട് പറയണ്ട, എന്നോടായിരിക്കും. അവരെന്നെ അമ്പലത്തിലൊക്കെ വെച്ച് കാണുമ്പോഴേ മുഖം തിരിച്ചു പോകാറാ പതിവ്. പിന്നെ കണ്ടെന്ന് തോന്നിയാ ഒന്ന് ചിരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെ അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. പക്ഷെ അതിലൊക്കെ ഒരു മാറ്റം വരും മോളെ. തന്റെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചോളാൻ നവീനോട് നവീന്റെ അമ്മ ഈ പറഞ്ഞ ശേഷമല്ലേ നവീന്റെ മനസ്സിലുള്ളത് നീയാണെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നവീനേട്ടനെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലമ്മേ. കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നവീൻ വിളിച്ചപ്പോ നീ എന്തിനാ പൊന്മുടിക്ക് പോയത്? അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഫ്രണ്ട്സ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നില്ലേ. എന്നാലും നീ പോയല്ലോ. ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചിട്ട് പുറമേ നീ ഇങ്ങനെ സീരിയസ് ആവില്ല നന്ദൂട്ടാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അമ്മ പറയുന്ന സന്തോഷമൊന്നും ഇല്ല. അതെന്താ ഇല്ലാത്തത്? ഇനി ഇതിനേക്കാളും നല്ലൊരു പയ്യനെ നിനക്ക് എവിടുന്ന് കിട്ടും? എനിക്ക് ഉടനൊന്ന് കല്യാണം വേണ്ട. അതൊക്കെ ഇപ്പൊ പെൺകുട്ടികളുടെ സ്ഥിരം പല്ലവിയാ. പക്ഷെ നല്ല ബന്ധങ്ങൾ വരുമ്പോ അത് മുടക്കിക്കളയുന്നത് അബദ്ധമാണെന്ന് വിവരമുള്ള അച്ഛനമ്മമാർക്ക് അറിയാം. ഇവിടെ എടുപിടിയെന്ന് കല്യാണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് നവീനാണ്. അതിന്റെ കാരണം മോക്കറിയാലോ. നവീന്റെ അച്ഛൻ വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുൻപ് ഒരു മരുമോളെ വേണോന്നാണ് നവീന്റെ അച്ഛന്റെ ആഗ്രഹം. അദ്ദേഹം ആണെങ്കിൽ ആളൊരു മാന്യനാ, നരസിംഹൻ സാറിനെ പോലെ തന്നെ. പിന്നെ കേസിന്റെ കാര്യത്തിലൊക്കെ മോളെ നന്നായിട്ട് സഹായിച്ചതല്ലേ നവീൻ? നിങ്ങൾ ഒരുമിച്ച് എവിടെയൊക്കെയാ യാത്ര ചെയ്തിരിക്കുന്നേ? ആ സമയത്തൊന്നും നവീനേട്ടന് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയായിരുന്നു. കാരണം നിന്റെ കല്യാണത്തെ പറ്റിയൊക്കെ വലിയ ആകാംക്ഷയോടെയാ നവീൻ സംസാരിച്ചോണ്ടിരുന്നത്. അതുമാത്രമല്ല, ഒരു പോലീസ് ഓഫീസറെയാണ് നവീൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൂടെ അത് നീയായിരിക്കുമെന്ന ചില ചിന്തകളൊക്കെ അന്നേ പോയിരുന്നു. പിന്നെ നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ നല്ല അന്തരം ഉള്ളതുകൊണ്ടാ ഞാനത് പറയാതിരുന്നെ. ഓ, അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നോണ്ട് അമ്മ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നേ? അല്ല ദേ മോളെ, മോള് രസയ്യ. നവീനാണെങ്കിൽ പേരെടുത്ത ഒരു വക്കീലും. അന്ന് മൂർത്തി സാറിനെയൊക്കെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു മിടുക്കനെ വിട്ടുകളയരുത് മോളെ. ദേ, നിങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം. വർഷങ്ങളായിട്ട് നമ്മളെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയവരുടെ ഒപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരാള് വന്നു കഴിഞ്ഞാ അയാള് മോളുടെ സ്വഭാവമായിട്ട് പൊരുത്തപ്പെടണമെന്നില്ല. ഓ, അമ്മ എന്നൊന്ന് ഒറ്റയ്ക്ക് വിട്. വെറുതെ എന്റെ ചെവി കടിച്ചു പറിക്കാതെ. നന്ദൂട്ടാ, എവിടെയായിരുന്നു ഇതുവരെ?
ഞങ്ങളൊന്ന് പൊന്മുടി വരെ പോയിരുന്നു. അതിനിടയിൽ വെച്ച് റോഡ് ഉരുൾപൊട്ടലില് തകർന്നു പോയി. പിന്നെ അവിടെ കുടുങ്ങിപ്പോയി. ഈ ഞങ്ങളെന്ന് പറഞ്ഞ ആരാ? നിനക്കിപ്പോ നന്ദു ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അല്ല, നന്ദു മാത്രമല്ല, രാകേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നിന്നെയും നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു, നവീൻ. ശരിക്കും നവീൻ ഉണ്ടായിരുന്നോ? ഏട്ടൻ വേണം വിളിച്ചു ചോദിക്കേ, അപ്പൊ അറിയാലോ. ദേ, നവീന്റെ കാര്യം അറിയാലോ. അവൻ നന്ദുവിനെ കല്യാണം ആലോചിച്ചിരിക്കുക. നല്ല കാര്യം. അത് പറഞ്ഞപ്പോ എന്താ നിന്റെ മുഖത്തൊരു വാട്ടം പോലെ? എനിക്കൊരു വാട്ടവും ഇല്ല. ആ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാർട്ടി നടത്താന്ന് പറഞ്ഞ അവൻ ഞങ്ങളെല്ലാരും വിളിച്ചത്. അതുകൊണ്ടാ ഞങ്ങളെല്ലാരും പോയത്. നവീന് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ സംശയിക്കുന്നില്ല. ഇപ്പൊ എല്ലാരും പരസ്പരം പിരിഞ്ഞതേ ഉള്ളൂ. നന്ദു ഇപ്പതായി വീട്ടിൽ എത്തിക്കാണും. ഇതുവരെ നന്ദുവിന് നല്ലൊരു ബന്ധമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇത് പക്ഷേ എന്റെ അച്ഛനും അമ്മയും പ്രതീക്ഷിക്കാതെ വന്ന ആലോചനയാ. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടം. നന്ദുവിനും നവീനോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. നവീൻ നന്ദുവിനോട് അവന്റെ മനസ്സിൽ എന്താന്ന് പറഞ്ഞപ്പോ നന്ദു പ്രത്യേകിച്ചൊന്നും പ്രതികരിച്ചില്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണോ നിങ്ങൾ എല്ലാവരും കൂടിയത്? അതേ എടുത്തേ, അതൊക്കെ നവീനോട് ചോദിച്ചാൽ മതി. അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. ഞാൻ എന്തായാലും നവീനൊന്ന് വിളിക്കട്ടെ. ചിലപ്പോ വിളിക്കില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നവീനെ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. വിളിച്ച അപ്പൊ തന്നെ ആ സംശയം മാറ്റാലോ. ആ, ഹലോ ആദർശേട്ടാ. അനിയിപ്പോ വന്നിട്ട് നിങ്ങളെല്ലാരും കൂടി പൊന്മുടിയിൽ ഒത്തുകൂടിയെന്ന് പറഞ്ഞല്ലോ. ആ, അത് ശരിയാണ് ആദർശേട്ടാ. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ റോഡ് പണി തന്നത്. പിന്നെ കുടുങ്ങിപ്പോയി. ശരി, ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചത്. അവനെ ചില സമയത്ത് ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറയാറുണ്ട്. ഹേയ്, ഇക്കാര്യത്തിൽ അവൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊപ്പം അവരുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ആ, മറ്റേ രാകേഷും വിഘ്നേഷും. അറിയാം. ശരി നവീനെ, ഞാനേ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. ആ, ശരിയേട്ടാ. ശരിയാ, നവീനും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി ഒന്നിച്ചാ ഒത്തുകൂടിയത്. നവീന് നന്ദുവിനെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നേ. അവൻ കല്യാണാലോചന നടത്തിയതിന്റെ പാർട്ടി ചിലപ്പോൾ നടത്തിയതായിരിക്കും. അതിനേ വഴിയുള്ളൂ. അതിന്റെ നിരാശയിലായിരിക്കും ഇവിടെ ഒരുത്തൻ അങ്ങോട്ട് പോയത്. അനി അവന്റെ നയം വ്യക്തമാക്കിയതാ. നന്ദു അല്ലാതെ ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞതാ. പക്ഷേ സാഹചര്യങ്ങളോട് അവൻ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. നവീൻ നന്ദുവിനെ ആഗ്രഹിക്കുന്ന കാര്യം അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ എന്തായാലും നന്ദുവിന് ആ ബന്ധത്തിന് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ അനിയത്തിയുടെ ഭർത്താവാകാൻ പോകുന്നത് നവീനാണെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അതെ, അങ്ങനെ തന്നെയാ വേണ്ടത്. പിന്നെ അനിയുടെ വിഷമത്തിൽ എനിക്ക് നേരിയ സങ്കടമുണ്ട്. ആ, അവിടെ എന്തായി? ഇവിടെ ആർക്ക് സംശയമൊന്നുമില്ല. നവീനേട്ടനാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. എന്റെയും കാര്യം അങ്ങനാടി. ഏട്ടൻ നവീനെ വിളിച്ചു. അപ്പോ അവന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെന്നാ പറഞ്ഞേ. പക്ഷെ അതൊന്നുമല്ല കാര്യം. നവീനേട്ടൻ നമുക്ക് പാർട്ടി നടത്തിയെന്ന് പറഞ്ഞതുകൊണ്ടേ അമ്മയച്ഛനും ഒരുപാട് സന്തോഷത്തിലാ. അമ്മയാണെങ്കിൽ എന്നെ നിരന്തരം പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ കരുതുന്നതിനേക്കാൾ സീരിയസ് ആയിട്ടാ പോകുന്നേ. നമുക്ക് നവീനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാലോ? അയ്യോ, ഒരു കാരണവശാലും പറയരുത്. ദേ, നിന്റെ വീട്ടിലുണ്ടായ സംഭവങ്ങളുണ്ടല്ലോ, അമ്മയച്ഛനെ അലട്ടിക്കൊണ്ടിരിക്കുക. എന്ന് വച്ചാ നിന്റെ അമ്മ തൂങ്ങിച്ചാവുന്ന പറയുന്ന ഈ കല്യാണം നടന്ന ചിലപ്പോ അനി ഇനി അങ്ങനെ സംഭവിച്ചാലോ? അമ്മയെ കൊന്നിട്ട് ആരെങ്കിലും കല്യാണം കഴിക്കോ? എടി, അമ്മ അങ്ങനെ പറഞ്ഞാലും
ബാക്കി എല്ലാവരും അനുകൂലമായിട്ട് വന്നാ അമ്മയും കൂടെ നിന്നോളും. ദയാനി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അമ്മ ആ കല്യാണത്തെ എതിർക്കുകയും അതുപോലെ തന്നെ താലി കെട്ടി സ്വന്തം മോൻ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കൊണ്ട് വീട്ടിലോട്ട് വന്നാൽ അവരുടെ ബോഡിയിൽ ചവിട്ടിയിട്ട് അകത്തോട്ട് കയറാൻ പറ്റൂന്നൊക്കെ പറഞ്ഞാലേ ആരെങ്കിലും ആ ബന്ധത്തെ അനുകൂലിക്കോ? നിന്റെ അമ്മയുടെ എതിർപ്പാ ഇവിടെ എന്റെ അച്ഛനും അമ്മയും കണക്കിലെടുക്കുന്നത്. അതുപോലെയാ നിന്റെ അപ്പച്ചിയും അമ്മയും എല്ലാം കൂടെ എന്റെ അച്ഛനും അമ്മയെ ഇൻസൾട്ട് ചെയ്ത് വിട്ടത്. അവിടെ വച്ച് നയനേച്ചി പോലും കുറച്ച് പരുഷമായിട്ട് സംസാരിച്ചത് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ സമയത്ത് നയനേടത്തി പറഞ്ഞത് ഇനി എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കില്ലെന്നാ. പക്ഷെ ഇപ്പൊ എതിരാണ്. ആ നവീനേട്ടൻ എന്നെ ആലോചിച്ചപ്പോ ദേ ഒരു കാര്യം ഞാൻ പറയാം. നവീനേട്ടൻ ഭയങ്കര സീരിയസാ. അതിനേക്കാളും സീരിയസാ എന്റെ അച്ഛനും അമ്മയും. എന്തായാലും എങ്ങനെയെങ്കിലും നീ അത് തള്ളിത്തള്ളി കൊണ്ടുപോ. ആലോചനയൊക്കെ പുരോഗമിക്കട്ടെ. പക്ഷേ ഇപ്പം നിനക്ക് കല്യാണം വേണ്ട എന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നാ മതി. എടീ, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നവീൻ എന്റെ ഡിവോഴ്സിന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാത്തത്. ഏയ്, എന്നെനിക്ക് തോന്നുന്നില്ല. നന്ദു, ഇങ്ങനെ നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന ഒരു സന്തോഷമല്ലേ? അതങ്ങനെ തന്നെ പോട്ടെ. ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ചാ എന്റെ അമ്മ തൂങ്ങിച്ചാവുന്നൊക്കെയല്ലേ പറയുന്നേ? നീ അതുപോലൊരു ഭീഷണി അവിടെ മുഴക്കിയാ മതി. ഞാനല്ല, എന്റെ അമ്മ തന്നെ അങ്ങനെ മുഴക്കുമെന്ന് എന്റെ പേടി. ഇനിയിപ്പൊ ആ നവീനേട്ടനെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മ മരിക്കൂന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവന് പെട്ടെന്നൊന്നും നിന്നെ കല്യാണം കഴിക്കാൻ തോന്നാതിരുന്നാ മതിയായിരുന്നു. നവീനേട്ടന്റെ അച്ഛൻ വന്നു കഴിഞ്ഞാ ചിങ്ങത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നാ അവര് പറയുന്നത്. ഇനിയിപ്പൊ ആകെ രക്ഷ നവീനേട്ടന്റെ അമ്മയാ. എന്നെ അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാ. അവർ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാല് ദേ നമ്മള് രക്ഷപ്പെട്ടു. അങ്ങനെ പറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാടി. ശരിയടാ, ഞാൻ വിളിക്കാം. ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടാ, നമ്മളോട് അവള് നവീനെ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. ഓരോന്ന് ചോദിക്കുമ്പോഴേ അവള് ദേഷ്യത്തിലാ പ്രതികരിക്കുന്നേ. എങ്കിലും വിഘ്നേഷിനും രാകേഷിനും ഒപ്പം നവീനും ഉണ്ടായിരുന്നതുകൊണ്ടേ അവക്കെന്തോ നവീനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നേ. പക്ഷെ നന്ദൂനല്ലാതെ മറ്റൊരാളെ കിട്ടില്ലെന്ന് അനി പറഞ്ഞിരിക്കല്ലേ? അത് നന്ദൂന്റെ മനസ്സ് അറിഞ്ഞിട്ടായിരിക്കണമല്ലോ. ഗോവിന്ദേട്ടൻ ഇനി അതൊന്നും ചിന്തിച്ചോണ്ടിരിക്കണ്ട. ഒന്നാമത് ആ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മനസ്സിൽ കിടക്കുക. ഇനിയിപ്പോ ആദർശിനെ നയനമോളെയൊക്കെ കൂട്ടി നമുക്ക് നവീന്റെ വീട്ടിലേക്കൊന്ന് പോണം. അവരിങ്ങോട്ട് വരാതെ നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അല്ല, നമുക്ക് വെറുതെ ഒന്ന് പൊയ്ക്കൂടെ? അല്ല, അങ്ങനെ വെറുതെ പോകുന്നൊന്നും ശരിയല്ല. നവീന്റെ അച്ഛനും അമ്മയും മുത്തച്ഛനും എല്ലാം കൂടെ ഇവിടെ വന്ന് പെണ്ണ് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാലോ. ഇനിയൊന്ന് ജോത്സ്യന്റെ അടുത്തോട്ടൊന്ന് പോണം. ഈ ബന്ധം നടക്കണമെന്ന് നോക്കണമല്ലോ. അല്ല, ഇനി അങ്ങോട്ടൊന്നും പോവാത്തതാ നല്ലത്. അങ്ങേര് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അത് ഉള്ളിക്കൊണ്ട് കിടക്കും. ഞാൻ എത്ര അമ്പലങ്ങളിൽ നേർച്ച നേർന്നു ഗോവിന്ദേട്ടനെ അറിയോ? നന്ദുവിന് നല്ലൊരു ആലോചന വരണമെന്നായിരുന്നു ഇതുവരെയുള്ള പ്രാർത്ഥന. അപ്പതേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ബന്ധമാണ് വന്നിരിക്കുന്നത്. അനിയുടെ നിശ്ചയം മുടങ്ങിയപ്പോ നമ്മളെ ആക്ഷേപിച്ചല്ലേ ജലജയും അനിയുടെ അമ്മയും ഒക്കെ വിട്ടത്. ആ സമയത്ത് നയനമോള് പ്രതികരിച്ചത് ഗോവിന്ദേട്ടനും കണ്ടതാണല്ലോ. ഇനി അനിയുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കില്ലെന്നാ പറഞ്ഞത്. എന്നുവെച്ചാ അനിയും നന്ദുവും തമ്മില് ഇനിയും അടുപ്പമുണ്ടെങ്കിൽ അതിന് ആദർശം നയനയും കൂട്ടു നിൽക്കൂന്ന്.
അനിയും നന്ദുവും തമ്മില് ഇനിയും അടുപ്പമുണ്ടെങ്കിൽ അതിന് ആദർശം നയനയും കൂട്ടു നിൽക്കുന്നു. ആ സമയത്ത് നവീൻ മോൻ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വന്നിരിക്കുന്നത്. നന്ദുവിന് പെണ്ണാലോചിച്ചത് നവീൻ ആയതുകൊണ്ട് ഒരു കാരണവശാലും ആദർശ മോനും നയനയും അതിനെ എതിർക്കാനുള്ള സാധ്യതയും ഇല്ല. എന്ന് മാത്രമല്ല, മൂർത്തി സാറും വസുന്ധരാമ്മയും ഒക്കെ മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തി തരും. നവീൻ ഇവിടെ വന്ന് നന്ദുവിനെ ആലോചിച്ച കാര്യം അറിഞ്ഞ ഉറപ്പായിട്ടും മൂർത്തി സാറ് നരസിംഹൻ സാറിനെ വിളിക്കാതിരിക്കില്ല. അവരെല്ലാവരും കൂടെ ഈ ബന്ധം ഉറപ്പിക്കും. പിന്നെ നമുക്ക് അക്കാര്യം ഓർത്ത് ആദ്യം എടുത്ത് നടക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നീ ആദ്യ കൂട്ടാനായിട്ട് കണ്ണി കണ്ട ജ്യോത്സ്യന്മാരെ ഒന്നും കാണണ്ടാന്ന്. എന്നാ ഞാൻ പോകുന്നില്ല. എന്തായാലും വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞു പോയല്ലോ. അതെ അതെ, അവർക്കൊപ്പം നവീനും ഉണ്ടായതുകൊണ്ടേ ഇനിയിപ്പൊ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹത്തിന് അനിയൊരു തടസ്സമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവരെല്ലാരും ഒത്തുകൂടിയ സ്ഥിതിക്ക് അതേപറ്റിയൊക്കെ സംസാരിച്ച് കാണുമല്ലോ. ഇനിയിപ്പോ ടെൻഷനുള്ളത് ആ നാഗേന്ദ്രന്റെ കാര്യത്തില്. ശങ്കരനങ്ങൾ പറഞ്ഞ കഥകൾക്കപ്പുറം അന്ന് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞേ പറ്റൂ. ജ്വല്ലറിയിൽ ക്രമക്കേട് കാണിച്ചാൽ ആരായാലും അവിടെ നിന്ന് പുറത്താക്കും. പക്ഷേ ഈ വീട്ടിൽ നിന്ന് നാഗേന്ദ്രൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് പോലെ അതിലും വലിയൊരു കാരണം ഉണ്ടായിട്ടുണ്ട്. അത് മുത്തശ്ശനും ഈ പറയുന്ന നാഗേന്ദ്രനും അപ്പച്ചിക്കും അറിയുന്ന എന്തോ ഒരു കാര്യമാണ്. നാഗേന്ദ്രനെ പറ്റി മുത്തശ്ശനോട് സംസാരിക്കാന്ന് വെച്ചാൽ മുത്തശ്ശൻ ഒരു തരത്തിലും പിടിയും തരുന്നില്ലേ. ശങ്കരനങ്കിളിനെ പോലെ ഈ ജ്വല്ലറിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തറവാടുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ നോക്ക്. അവരിൽ നിന്നും ചിലപ്പോ എന്തെങ്കിലും സൂചന കിട്ടുമായിരിക്കും. എന്നുവെച്ചേ ആദർശൻ ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളേ. അതുകൊണ്ട് ബിസിനസ് മറന്നിട്ട് അതിന്റെ പിന്നാലെ പോരുതെന്നാ എന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെയൊന്നും പോവില്ല. പക്ഷേ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. ഈ നാഗേന്ദ്രനെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ അയാള് നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാ. മൂർത്തി ജ്വല്ലറി ഇന്നത്തെ മൂർത്തി ജ്വല്ലറി ആക്കാൻ വേണ്ടി അയാള് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അയാള് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അയാളുടെ തെറ്റുകൊണ്ടല്ലേ. അവിടെ അയാൾ ബലിയാടായതാ. അങ്ങനെ ഒരാൾ ഈ തറവാട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ചതിയുടെ തമ്പുരാട്ടിയാണല്ലോ ആദർശേട്ടന്റെ അപ്പച്ചി. അതെ, അവിടെ അവരെയാണ് എനിക്ക് സംശയം. നീയേ ഒരു കാര്യം ചെയ്യ, മുത്തശ്ശിക്ക് നിന്നോട് വലിയ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടേ തന്ത്രപൂർവ്വം മുത്തശ്ശിയോടൊന്ന് സംസാരിച്ചു നോക്ക്. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മുത്തശ്ശിയുടെ നാവിന്ന് വന്നാലോ. ശരി ആദർശേട്ടാ. ആഹാ, മോള് വന്നോ? മോക്ക ഇതൊക്കെ ഉണ്ടാക്കുന്നേ. മോളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, നല്ല ചൂടുണ്ടേ. കുറച്ച് ആറിയിട്ട് കഴിച്ചാ മതി മോളെ. ചെറിയ ചൂടേ ഉള്ളൂ. ആദർശനെ ആ ശങ്കരനങ്കിളിനെ കണ്ടായിരുന്നു. കണ്ടിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങള് അയാൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചായിരുന്നോ? ജ്വല്ലറിയില് ചില തിരിമറികൾ നടത്തിയതുകൊണ്ടാണ് അയാൾ എവിടെ നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ നിന്ന് അതുകൊണ്ടാണോ പുറത്താക്കിയത്? അല്ല, മുത്തശ്ശിക്ക് അറിയായിരിക്കുമല്ലോ അതിനെ പറ്റിയൊക്കെ. അവൻ ദുഷ്ടനാ മോളെ. നാഗേന്ദ്രൻ എന്ന പേര് അവന്റെ കാരണവന്മാര് അവനെ അറിഞ്ഞിട്ടത് തന്നെയാ. പാമ്പിന്റെ സ്വഭാവം അവന്. അവനെപ്പറ്റി ഈ വീട്ടിനകത്തൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ എത്രയോ നാളു മുമ്പ് നടന്ന കാര്യങ്ങളാ. മുത്തശ്ശനാണെങ്കിൽ അവന്റെ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല.
മോൾക്കും ആദർശിനും അവന്റെ ഭാഗത്ത് തെറ്റെന്താണെന്നറിയാൻ ആകാംക്ഷയുണ്ടമ്മേ. അതെന്തിനാ ആകാംക്ഷ? അവനിപ്പോ നമ്മുടെ ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി നടക്കുകയല്ലേ? അല്ല, നാഗേന്ദ്രന്റെ ഭാഗത്തുണ്ടായ വീഴ്ച എന്താണെന്ന് ശരിക്കും പറഞ്ഞ എനിക്ക് പോലും അറിയില്ലല്ലോ അമ്മേ. അതാരും അറിയേണ്ട കാര്യമില്ല. അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാ. നമ്മളുമായിട്ട് അവൻ ഒരു ബന്ധവും ഇല്ല. അവൻ ഇനി ഈ നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നാ കരുതിയത്. അപ്പോഴാ വീണ്ടും അവതരിച്ചിരിക്കുന്നത്. സത്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ലല്ലോ മുത്തശ്ശി. മോടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അതിനെയാ മോൾ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്. മോള് മാത്രമല്ല, ആദർശും. അല്ലാതെ എന്തിനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയവന്റെ പിന്നാലെ നിങ്ങളൊക്കെ നടക്കുന്നേ? അന്ന് ആ സ്വർണ്ണ വിഷയത്തിൽ വല്ലാത്തൊരു ചതിയ അപ്പച്ചി അയാളോട് കാണിച്ചത്. ഇടാ, അത് ശങ്കരൻ പറഞ്ഞ കഥയല്ലേ? അത് ശങ്കരനോട് ആരാ പറഞ്ഞത്? ആ നാഗേന്ദ്രൻ. എങ്കിലും ആ സംഭവം നടക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ ജ്വല്ലറിയെ വളർത്തിയതിൽ നാഗേന്ദ്രൻ ഒരു പങ്കില്ലേ ഇളയച്ച? മുത്തശ്ശന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പറ്റിയൊന്നും ഈ വീട്ടിനകത്ത് സംസാരം വേണ്ട. പക്ഷേ അവനെ സൂക്ഷിക്കണം. അവനിപ്പോ പരാജയപ്പെട്ടതുകൊണ്ട് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അടുത്ത കോടതി കൂടുമ്പോ നിനക്ക് ഡിവോഴ്സ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുടങ്ങിപ്പോയി നിന്റെ നിശ്ചയം ഞാൻ നടത്തും. നടത്തിക്കോ, പക്ഷെ അവളുടെ കയ്യിൽ മോതിരിടാനേ ഞാൻ ഉണ്ടാവില്ല.